പ്രിയപ്പെട്ടവരെ, ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഡിവിഷന്റെ 244 സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഡയറക്ടർ നൂസിയ മാഡം, പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഫെമിന മാഡം, ഷിഫ്ന മാഡം, സീനത്ത് മുനീർ, ടീം ഇൻചാർജിലെ മറ്റംഗങ്ങൾ എല്ലാവർക്കും ആദ്യമേ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം സിജിയുടെ സ്വന്തം കുടുംബാംഗവും ഞങ്ങളുടെയൊക്കെ മെന്ററുമായ റംല മാഡമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഗസ്റ്റ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗം, സീനിയർ അംഗം കൂടിയാണ്. വളരെ സന്തോഷത്തോടു കൂടി റംല മാഡത്തിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള റംല മാഡം 30 വർഷക്കാലം HSA ബയോളജി, അതായത് ഹൈസ്കൂളിലെ ബയോളജി അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇന്ന് അവര് ഒരു സിജി എഡ്യൂക്കേറ്ററാണ്, കരിയർ കൺസൾട്ടന്റ് ആണ്, കൂടാതെ സമൂഹത്തിന് വഴികാട്ടിയായ ഒരു മികച്ച കൗൺസിലറാണ്. ദിവസവും അനേകം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നേരിട്ടും ഓൺലൈനായിട്ടും കരിയർ ഗൈഡൻസ് നൽകിയ അവരുടെ ഭാവി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന വ്യക്തിത്വമാണ് റംല മാഡം. നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ദിശാബോധം നൽകി അവരുടെ ജീവിതയാത്രയിൽ വഴിവെളിച്ചമായി മാറിയ വ്യക്തി എന്ന നിലയിൽ മാഡത്തിന്റെ സേവനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. ഇന്ന് ഈ സെഷനിലേക്ക് മാഡത്തെ വളരെ ആദരപൂർവം ഡിവിഷന്റെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും, സജീവമായി നിൽക്കുന്ന, ഫീഡ്ബാക്ക് അറിയിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു റംല മാഡം. മാഡം പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ട് മാം. ഹലോ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാനൊരു സിജിയനായിട്ട് അധികം നാളായിട്ടില്ല, എന്നാലും സിജിയിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഈ ഡിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കുറെ മുമ്പ് എന്നെ ക്ഷണിച്ചതായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പ്രമുഖരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഞാനതിന് ഒരു ഡേറ്റ് കൊടുത്തില്ല. കുറെ ആലോചിച്ചതിന് ശേഷമാണ് കൊടുത്തത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഡിവിഷന്റെ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടേഴ്സിന് നന്ദി അറിയിക്കുന്നു. ഇന്നിപ്പോ ഞാൻ തെരഞ്ഞെടുത്ത ഒരു ടോപ്പിക്ക് കൺട്രോളിങ് ദ കൺട്രോളബിൾസ് എന്ന ഒരു ടോപ്പിക്കാണ്. ഇത് എന്താ വെച്ചാൽ നമ്മള് കൺട്രോൾ ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ ഈ അറ്റ് 60 ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ 60 ഇയേഴ്സിലെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു പാഠം കിട്ടിയതിനനുസരിച്ചാണ് ഞാൻ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. നമ്മള് പല കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെയാണ്. ഞാൻ ഇവിടെ തിരഞ്ഞെടുത്ത നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യലാണ്. ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ ജോലി സ്ഥലത്തായാലും ഒരു പബ്ലിക് സ്പേസിലായാലും ഒരു എവിടെ പോയാലും, ഒരു കമ്മ്യൂണിറ്റിയിലായാലും ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളെ ഫാമിലിയിൽ എല്ലാം നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ഒരു മീനിങ് തന്നെ ഈ കൺട്രോളിങ് ദ കൺട്രോളൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് തന്നെ ഒരു മെന്റൽ ഫ്രെയിംവർക്കാണ് ഇത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ, നമ്മളുടെ കാര്യങ്ങളെ, പ്രവർത്തികളെ, നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റാത്ത മറ്റുള്ളവരുടെ പ്രവർത്തികളിലോ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡിലോ അവരുടെ സ്വഭാവ രൂപീകരണത്തിലോ ഒന്നും അധികം നമ്മൾ ഇടപെടാതിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ ടൈമും എഫേർട്ടും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മീനിങ്. ഇതില് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാ സമയത്തും നമുക്ക് പലതരം ഇമോഷൻസ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ പ്രാക്ടീസിൽ കൂടെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മളെ കുട്ടികളോട് ഏറ്റവും കൂടുതൽ നമ്മൾ ഫാമിലിയിൽ കുട്ടി ആണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അനുഭവം. കുട്ടികളോട് നമ്മളെ ഒരു കാര്യവും ഒരുപാട് അധികം നിർബന്ധിച്ച് ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല. നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കാൻ ശ്രമിക്കും തോറും അവര് അതിനേക്കാൾ കൂടുതൽ നിർബന്ധ ബുദ്ധിയുള്ളവരായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കുറച്ച് ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ക്രമേണ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് ഓവർ കൺട്രോൾ അവരുടെ കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ ഇപ്പോഴെന്നല്ല പണ്ടും കഴിയുന്നില്ല. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ആരും അധികം നമ്മുടെ കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാറില്ല. എന്തെങ്കിലും ചെറിയ ഇതൊക്കെ കാണുമ്പോൾ, ചെറിയ തെറ്റുകളും ഒക്കെ കാണുമ്പോൾ തന്നെ കുറേ ഫെയറിങ്ങും ഒക്കെ കിട്ടുകയെന്നല്ലാതെ നമ്മളുടെ കാര്യങ്ങളിലൊന്നും ഓവറായിട്ട് ആരും ഇടപെടാറില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഓവറായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം അവര് ഓവറായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മളെ ആരും അധികം കൺസിഡർ ചെയ്തിരുന്നില്ല. നമുക്ക് ഒരു അംഗീകാരവും വീട്ടിൽ തന്നിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നത് എബവ് 30, ഇൻ ബിറ്റ്വീൻ 30 and 45 ഇടയിലുള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു യൂത്ത്, ആ യൂത്തിന്റെ തുടക്കം നമ്മുടെ ലൈഫ് സ്പാനിലെ വിവിധ കാലഘട്ടങ്ങളിലെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അഡോളസൻസിന്റെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. യൂത്ത് സ്റ്റേജ് ഒരു 2022 നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണത്. ഒരു ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ചിന്തകളും മാറുകയാണ്. നമ്മുടെ പാരൻസ് പറയുന്നത് മുഴുവൻ കേട്ട് നടക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി മാറിക്കൊണ്ട് ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ യൂത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളിലെ പല മാറ്റങ്ങളും സ്വഭാവത്തിലും മാറിക്കൊണ്ടിരിക്കുക. നമ്മളാണ് സർവൈവ് ചെയ്യേണ്ടത്. നമ്മളാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഡാർവിൻസ് തിയറി ആയ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നമ്മളാണ് നടത്തേണ്ടത്. ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന ഒരു തിയറിയിലേക്ക് കടക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് അനുയോജ്യമായ സ്വഭാവങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും, ആ അനുയോജ്യം എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയിൽ മാത്രമല്ല, കരിയർ ആയാലും നമ്മുടെ ലൈഫ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ജീവിതത്തിലും നമ്മൾ ആ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് തിരഞ്ഞെടുക്കുക. നമുക്ക് അനുകൂലമായതിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ പ്രതികൂലമായതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ലൈഫ് സ്പാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു 30 ഒക്കെ ആകുമ്പോൾ യൂത്തിന്റെ പൂർണ്ണത, ഒരു നല്ല ഒരു കാലഘട്ടത്തിലേക്ക്, യൂത്തിന്റെ ഒരു അഡൾട്ടിന്റെ നല്ലൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ആ ക്യാരക്ടേഴ്സ് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ ഫാമിലി, നമ്മളുടെ കുട്ടികൾ, അവരെ നോക്കിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത കുറേ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടു നടക്കുക. അതായിരിക്കും പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ മക്കളെ പിന്നെ പഠിപ്പിക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും അവരെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നതും അത് വെച്ചിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവരെ റോൾ മോഡൽ, ആൺകുട്ടികളാണെങ്കിൽ അവരെ പപ്പയും പെൺകുട്ടികളാണെങ്കിൽ അവരെ മമ്മയും ആയിരിക്കും അവരുടെ റോൾ മോഡൽ. ഏത് കാര്യത്തിനും ആ പ്രായത്തിൽ അവരെ ആയിരിക്കും അനുകരിക്കുക. അവരുടെ ഹെയർ സ്റ്റൈലാണെങ്കിലും, ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതാണെങ്കിലും, പാൻസ് ഇടുന്നതാണെങ്കിലും എല്ലാം അവരെ പപ്പയെയോ അമ്മയോ അനുകരിച്ചു കൊണ്ട് ഒരു 10 വയസ്സ് വരെയെങ്കിലും അവര് ജീവിച്ചു പോകും. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു 40 വരെ, നമുക്കൊരു 30-40 വയസ്സ്, ഒരു 45 വയസ്സ് വരെ നമ്മൾ പറയുന്ന നമ്മുടെ സാമ്രാജ്യത്തില്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യഭരണവും നമ്മളാണ് അവിടുത്തെ രാജാവും. അങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ആണ് നമ്മൾ നമ്മളെ ഇമോഷൻസിനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡയലോഗ്, ഒരു കോട്ടുണ്ട്, നമ്മൾ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, യു കനോട്ട് കൺട്രോൾ എവറിത്തിങ് യു ലെറ്റ് ഗോ. നമുക്ക് കൺട്രോൾ ചെയ്യാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ അധികം ഓവർ തിങ്കിങ് വേണ്ട. നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ വരണം എന്നുണ്ടെങ്കിൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ കഴിയില്ല. എൻജോയ് നത്തിങ്, ഒന്നും തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മളെ
മുന്നേറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളൊരു എല്ലാവർക്കും ഏത് മതത്തിലായാലും ആർക്കായാലും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം ഈ ലോകത്തിലെ വെറും അലങ്കാരങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രമേ നമുക്ക് കൂട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ അലങ്കാരങ്ങളായ നമ്മളെ മക്കളെ നമ്മൾ അലങ്കരിക്കുക. എന്ന് വെച്ചാൽ നമ്മളവരെ കൺട്രോൾ ചെയ്യാതെ അവരെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അന്വേഷിച്ചറിഞ്ഞ് അത് മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ അവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക. നമ്മൾ അവർക്ക് അവരുടെ തോട്ട്സും കൺസേൺസും അതേപോലെ തന്നെ ലൈക്സും ഡിസ്ലൈക്സും ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസും ഒക്കെ നമ്മൾ കൺസേൺ ചെയ്തില്ലെങ്കിൽ ആ ഫാമിലി ഫെയിലായി പോവുകയുള്ളൂ. അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഇതില് ഇമോഷൻസിൽ ബേസിക് ആയിട്ടുള്ള യൂണിവേഴ്സൽ ബേസിക് ആയിട്ടുള്ള 6 ഇമോഷൻസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതില് ഒന്ന് ഹാപ്പിനെസ്, സാഡ്നെസ്, ഫിയർ, ആങ്കർ, ഡിസ്ഗസ്റ്റ്, സർപ്രൈസ് എന്നിങ്ങനെ 6 ഇമോഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യേണ്ട. യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്, എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണിത്. അതിൽ ഫസ്റ്റ് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ആങ്കർ ആണ്, ദേഷ്യം. ഇതില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. ഒന്ന് പറഞ്ഞാൽ അടുത്തേക്ക് നമ്മൾ പൊട്ടിത്തെറിക്കും. എവിടെയൊക്കെയാണോ നമുക്ക് ദേഷ്യപ്പെടേണ്ടേ അവിടെയൊക്കെ നമ്മൾ ദേഷ്യപ്പെടും. നമ്മളെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാ ബസ് വരണില്ലെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിൽ കയറിയാൽ തിരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ബ്ലോക്ക്, അല്ലെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്യാനോ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ സമയത്ത്, അല്ലെങ്കിൽ ഇനി വർക്കിംഗ് സ്ഥലത്ത് പോയാൽ അവിടെ എവിടെയൊക്കെയാണോ നമുക്ക് ഇമോഷൻ, അത് കഴിഞ്ഞ് വന്ന് വീട്ടിലാണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് ദേഷ്യമാണ്. ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് വെയിറ്റ് ചെയ്യാൻ പോലും ഇരുന്നാൽ നമുക്ക് ദേഷ്യമാണ്, കിട്ടിയില്ല കുറേ നേരം ഇരിക്കുമ്പോൾ. അത്രയും ദേഷ്യം എവിടെ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നതെന്ന് അറിയില്ല. അതേപോലെയാണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ. അപ്പൊ ഈ ദേഷ്യം നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് തന്നെ കണ്ടെത്തണം. എന്താണ് നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം ഒന്നുകിൽ വേദനയായിരിക്കും, അല്ലെങ്കിൽ ഫിയർ, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യായം ആരെങ്കിലും നമ്മളോട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീഷണി നമുക്ക് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കി ഈ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ പരിഹാരം കണ്ടെത്താൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ദേഷ്യം അത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാനൊരു അധ്യാപികയായിരുന്നു. ഇതിൽ ഓൾമോസ്റ്റ് കുറേ പേര് ഒരു അധ്യാപകരുണ്ട്. അധ്യാപകർക്ക് ദേഷ്യം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തിനും ദേഷ്യം വരും പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ദേഷ്യം വരുമ്പോ ഇപ്പൊ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ചെന്നാ ഒന്നുകിൽ നമ്മളെ കീഴ് ജീവനക്കാരോട്, അല്ലെങ്കിൽ നമ്മളെ മേൽ ജീവനക്കാരോട്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഒക്കെ എപ്പോഴും ദേഷ്യം വരും. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഫേസ് ടു ഫേസ് നിന്നിട്ടാണല്ലോ നമുക്ക് ദേഷ്യം വരുന്നത്. ആ ഫേസ് ടു ഫേസ് നിൽക്കുന്നത് ഒന്നാണ്ട് ഒഴിവാക്കി ഒന്ന് ഫേസ് ബാക്കിലേക്ക് കൊടുക്കുക, ഒന്ന് തിരിച്ചു കൊടുക്കുക. ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞ് കുറച്ചു നേരം നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്താണ് ഇപ്പൊ ഈ ദേഷ്യം? നമ്മുടെ മേൽജീവനക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ അവരെന്തിനാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അതല്ല, നമ്മളുടെ താഴെയുള്ളവരോടാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് ഒരു സംയമനം പാലിച്ചതിന് ശേഷം സംസാരിക്കുക. ദേഷ്യം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അവരോട് ഒന്ന് നമ്മൾ സംസാരിക്കുക. അപ്പൊ തന്നെ നമുക്ക് ഇതിലൊരു മാറ്റം വരുത്താൻ കഴിയും. പിന്നെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്ന ആളെന്നായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് തോന്നി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു കാര്യം ചെയ്യും. അധികം വല്ലാതെ ദേഷ്യം എന്നൊരു ഇമോഷൻ വരുമ്പോ ഒന്നങ്ങോട്ട് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുമ്പോ ആ കുട്ടികള് ഒന്ന് സൈലന്റ് ആവും. എന്തിനാണ് ഇപ്പൊ ഈ പുറത്തേക്ക് പോകുക? അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാലും സൈലന്റ് ആവും. എന്താണ് ഇപ്പൊ ഈ ടീച്ചർ പുറത്തേക്ക് പോയത് എന്ന് വെച്ച്. അപ്പൊ നമ്മൾക്ക് അവരോടുള്ള ദേഷ്യം ഒന്ന് കുറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.
ഇപ്പൊ നമ്മൾ ഈ ദേഷ്യം കൊണ്ടാണ്, നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ദേഷ്യം കൊണ്ടാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ വരുന്നതും കാത്ത് നമ്മളെ പപ്പയും മമ്മിയും വരുന്നത് കാത്ത് നമ്മുടെ മക്കള് നമ്മളെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ജോലി കഴിഞ്ഞിട്ട് വർക്കിംഗ് വുമൺസും ആണെങ്കിൽ പ്രത്യേകിച്ചും അവര് കാത്തിരിക്കുന്നുണ്ടാവും. അവരെന്തൊക്കെയോ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാവും നിൽക്കുക. നമ്മളെ വണ്ടിയുടെ ഹോൺ കേൾക്കാൻ വേണ്ടിയിട്ട് അവര് കാത്തിരിക്കുക. അവര് വരുമ്പോ ഒന്നുമില്ല, അവര് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടാവും, അത് കൊണ്ടുവരാന്, അല്ലെങ്കിൽ അവർക്ക് എവിടേക്കെങ്കിലും പോവാന്, എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കാന്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഒന്നുമില്ലെങ്കിൽ അവര് നമ്മളെ വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ വന്ന വെഹിക്കിളിന്റെ എന്തെങ്കിലും ഗുണദോഷമോ പറയാനൊക്കെ ആയിട്ടാവും നിൽക്കുക. അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സംഭവിച്ചത്. പക്ഷെ ഈ ദേഷ്യം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ചെന്നാൽ ഇതൊന്നും നമ്മൾ കേൾക്കൂല. ഇതൊക്കെ കേൾക്കുന്നതിന് പകരം അവരോട് അതേപോലെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടും. മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഒക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടും. അവരോട് നമുക്കൊന്ന് സ്നേഹത്തിലോ സംസാരിക്കാൻ പോലും ആ സമയത്ത് നമുക്ക് കഴിയില്ല. ഇതൊക്കെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് പറയാം, അപ്പൊ നമ്മളുടെ ആ ദേഷ്യം വെച്ച് നമ്മളെ മക്കളോട് പെരുമാറേണ്ട ഒരു അവസ്ഥ വരും. അപ്പോ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു ചെറിയൊരു കാര്യം, ഈ കുട്ടികളോടൊക്കെ ദേഷ്യം വരുമ്പോ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ നല്ല ദേഷ്യത്തോട് കൂടിയാണ് ചെല്ലിട്ടെങ്കിൽ പറയാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ മക്കളെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാട്ടോ എന്നൊന്ന് പറയാം. മക്കൾക്ക് മനസ്സിലാവും. ഒരുവിധമുള്ള കുട്ടികൾക്ക് അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ദേഷ്യം വരുന്നുണ്ടോ എന്ന് തോന്നുന്നു, നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്നൊന്ന് പറയാം. ഈ ദേഷ്യവും കൊണ്ട് മക്കളോട് സംസാരിച്ചാൽ അവരതിനേക്കാൾ വലിയ ദേഷ്യവും കുറുമ്പും ചെയ്യും. അവര് നമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മളെയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വീണ്ടും നമ്മൾ റെസ്പോൺസ് നമ്മളേത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ദേഷ്യം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതും ദേഷ്യം വരുന്നത് എങ്ങനെയാന്നുള്ളതും പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമോഷനാണ് ആൻസൈറ്റി. ആൻസൈറ്റി ആൻഡ് ഫിയർ. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് കണ്ടുവരുന്ന സംഭവമൊന്നുമല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് കാണാൻ പോകുന്ന എന്തെങ്കിലും സംഭവത്തിനോട്, അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന എന്തെങ്കിലും സംഭവത്തിനോട്, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും സംഭവത്തിനോട്, ഇതൊക്കെയാണ് നമ്മൾ ആൻസൈറ്റി ഉണ്ടാവുക. ആ ആൻസൈറ്റി ഉണ്ടാവുമ്പോ നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തില്? നമ്മളിപ്പോ അതുപോലെ തന്നെ ഫിയറും അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും കാണുമ്പോഴാണ്, ഇപ്പൊ എക്സാമ്പിൾ ഒരു പാമ്പിനെ കാണേ, വേണ്ട ഒരു പട്ടി കുറച്ച് വരെ വേണ്ട, നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് ഒരു പാറ്റ മേൽക്ക് വീഴ ചെയ്താൽ മതി, അപ്പൊ തന്നെ ഫിയറാണ്. അത്രയും ഫിയറാ. അപ്പൊ എന്താണ് ഫിയർ വരാനുള്ള കാരണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല, ഫിയർ വരും. ആൻസൈറ്റി അതുപോലെ തന്നെയാണ്. ആൻസൈറ്റി നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്ന ഇതാണ് ആൻസൈറ്റി. അപ്പൊ ഈ ആൻസൈറ്റി ഉണ്ടാവുമ്പോ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുക? നമുക്ക് 2 ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ആൻസൈറ്റി വരുമ്പോ അഡ്രിനാലിൽ പ്രൊഡ്യൂസ് ചെയ്യും, ബ്ലഡിലേക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അഡ്രിനാലിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ പ്രോസസ്സൊക്കെ അതിൻ്റെ ഹൈയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ബ്രീത്തിങ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിംഗ്, സർക്കുലേഷൻ, അതുപോലെ തന്നെ പ്യൂപ്പിൾ പുറത്തേക്ക് വരിക, കണ്ണിന്റെ കൃഷ്ണമണി പുറത്തേക്ക് വരിക, തുറിച്ചു വരിക, നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുക, അതുപോലെ തന്നെ ഉമിനീര്, വായ വരണ്ടു പോവുക, അതുപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന്റെ ഹൈ റേറ്റിലായിട്ട് മാറും. അങ്ങനെ വരുമ്പോ നമുക്ക് ശരീരത്തിൽ ഒരു വിറയൽ പോലെ വന്നുകൊണ്ടിരിക്കും. ആൻസൈറ്റി കൂടുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മൾ വിറച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ മറ്റൊരു ഹോർമോൺ ഉണ്ട്, നോർ അഡ്രിനാലിൻ. ഇതിന്റെ പരസ്പര പൂരകം, ഓപ്പോസിറ്റ് പ്രവർത്തനം നടത്തും. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ലോ റേറ്റിലേക്ക് അത് കൊണ്ടുവരും. അങ്ങനെ നമ്മളുടെ ആ അവസ്ഥ അത് ബാലൻസ് ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ആൻസൈറ്റി ഈ 2 ഹോർമോണിന്റെ പ്രവർത്തനം മൂലം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബോധം കെട്ട് വിടും. ഈ ബോധം കെടുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് ഇത് ഉണ്ടായത്, എന്തെങ്കിലും കാണുമ്പോൾ, പുറത്തൊരു ശബ്ദം കേട്ടാൽ, വേറെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ പേടിച്ച് കരയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഉടൻ പേടിച്ച് ഓടുക. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ആ ശബ്ദം ഉണ്ടായത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുക.
ആൻസൈറ്റി, ഈ ഫിയർ കുറക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ആൻസൈറ്റിയും. ഇനി നമുക്ക് പ്രസന്റ് മൂമെന്റിലേക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഏതൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ ശരീരത്തിലേക്ക് വന്നത്, ആ മാറ്റങ്ങളൊക്കെ നോർ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൊണ്ടുവരികയും നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഫിയർ ആൻഡ് ആൻസൈറ്റി. അതിൻ്റെ കാരണവും കൺട്രോൾ ചെയ്യുന്നതും ഇങ്ങനെയാണ്. നെക്സ്റ്റ് ഇമോഷനാണ് സാഡ്നെസ്. സാഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴുള്ള ഒരവസ്ഥയാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് പെട്ടെന്ന് ഉണ്ടാവുന്ന അല്ല, എപ്പോഴെങ്കിലും ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടാവുക. സാഡ്നെസ് അനുഭവിച്ചവർക്ക് അറിയാം എന്താണ് അതിൻ്റെ കാരണം. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ആരുടെങ്കിലും മരണം, അല്ലെങ്കിൽ രോഗം, എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ്, അതൊക്കെയാണ് ഈ സാഡ്നെസ് ഉണ്ടാക്കാനുള്ള കാരണം. ഈ ജീവിതത്തിന്റെ ഈ ഹൈയിൽ നിൽക്കുന്ന നമ്മളുടെ ഈ സമയത്ത് ഈ സാഡ്നെസ്, അത് അനുഭവം എന്ന് വെച്ചാൽ അത്ര അധികം ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അതൊക്കെ നമ്മളൊരു ബാലൻസിൽ പോകുന്ന, നമ്മുടെ ജോലിയും കാര്യങ്ങളുമായിട്ട് ഫിനാൻഷ്യലായിട്ടൊരു ബാലൻസിൽ പോകുന്നു, നമ്മുടെ ഫാമിലിയിൽ വലിയ ദുഃഖങ്ങളും ഒന്നും ഉണ്ടാവാണ്ട് പോകുന്ന ഒരു ടൈമിൽ സാഡ്നെസ് എന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാൻ വഴിയില്ല. ഈ സാഡ്നെസ് ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അപൂർവം ചിലർക്കും ഉണ്ടാവും. 100% ഉണ്ടാവില്ല എന്നല്ല പറയണത്, പലർക്കും ഉണ്ടാവാം. അങ്ങനെ ഇപ്പൊ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയും, ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ നിമിഷം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, നമ്മൾക്കും നമ്മളെ കുടുംബത്തിനും മക്കൾക്കും നമ്മളുടെ സ്പൗസിനും മറ്റുള്ള റിലേറ്റീവ്സിനും ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും എന്നല്ലാതെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കരയാനുള്ള കാരണം എന്താ ഉണ്ടാവുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കരഞ്ഞ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പക്ഷേ ആ സന്ദർഭമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു കരച്ചിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ, ജീവിതത്തിലെ പല തിരിച്ചടികൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ, ജീവിതത്തിൽ കരയാൻ മാത്രമേ സമയമുള്ളൂ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കല്ല, കരയാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അങ്ങനത്തെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു. അപ്പൊ സാഡ്നെസ് എന്നത്, നമുക്ക് സാഡ്നെസ് വരുമ്പോൾ കരഞ്ഞ് തന്നെ തീർക്കണം. പിന്നെ അത് ആലോചിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിച്ചിരിക്കുക എന്നല്ലാണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ പോലെ സെയിം മെന്റൽ ഫീലിംഗ് ഉള്ള ആൾക്കാരുമായി നമ്മൾ സോഷ്യലി ഇടപെടുക, അവരുമായി അതേ ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ സാഡ്നെസ് കുറക്കാനുള്ള ഒരു മാർഗം. ഇതേപോലെ തന്നെ ഹാപ്പിനെസ്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ഹാപ്പിനെസ്. സന്തോഷം നമുക്ക് എപ്പോഴും വരും, പക്ഷെ ഓവർ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക. ഓവർ സന്തോഷം പ്രകടിപ്പിച്ച് കൊണ്ട് നടന്നാൽ ചിലപ്പോൾ ഓവർ ദുഃഖങ്ങളും വരും. അത് നമ്മൾ പറയാറുണ്ട്, ഒരുപാട് ചിരിച്ചാൽ നമുക്ക് ഒരുപാട് ദുഃഖം വരും എന്ന് പറയാം. അതൊരു ചൊല്ലാണെങ്കിലും പലരുടെ കാര്യത്തിലും അത് റിയലായിട്ട് വരും. പിന്നെ ഇതിന് നമ്മൾ ഓവർ സന്തോഷം വരുമ്പോൾ നമ്മൾ ചെയ്യുക, ഒന്ന് ഹഗ് ചെയ്യുക, പിന്നെ നന്നായി ചിരിക്കുക. സന്തോഷ സൂചകമായിട്ട് അവരെ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ഒന്ന് ചുംബിക്കുക. നമുക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിച്ച് തീർക്കാം. പിന്നെ നമ്മൾ എല്ലാത്തിനോടും താങ്ക്സ് പറയുക. നമ്മുടെ ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ അനുകരിക്കുന്നതിൽ ഭയങ്കര എതിർപ്പുള്ള ആൾക്കാരാണ് നമ്മൾ. നമ്മളെ മക്കള് ഡ്രസ്സിങ്ങിലോ മറ്റു പല കാര്യങ്ങളിലോ ഈ വെസ്റ്റേൺ കൾച്ചർ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരിക. പക്ഷെ അവരുടെ ഒരു കൾച്ചറിൽ എന്തൊരു കാര്യത്തിന് അവർ താങ്ക്സ് പറയും. ഇപ്പൊ എൻ്റെ ഞാൻ ഗ്രാൻഡ് പാരന്റ് ആണ്. എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ, എന്തിനും അവർ നമ്മളോട് താങ്ക് യു എന്ന് പറയും. ആ താങ്ക് യു എന്ന് പറയാൻ ഞങ്ങളുടെ ഏജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിലുള്ള ഒരു വിമുഖത കാണിക്കുകയാണ്. എന്തിനാണ് ഇത്രയും പിശുക്ക് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു താങ്ക് യു പറഞ്ഞൂടെ എപ്പോഴും എല്ലാവരോടും? സന്തോഷ സൂചകമായിട്ട് എല്ലാത്തിനും നമ്മളൊരു താങ്ക് യു പറയാൻ പരിശീലിപ്പിക്കേണ്ട അവർക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സ്വയം അത് പരിശീലിക്കുക. പിന്നെ നമ്മളെ എന്താ പറയാ, നമ്മളുടെ ഒരു പുഞ്ചിരിയിൽ പോലും അത് ഒരു സദക്കയാണ്, ഒരു ദാനധർമ്മമാണെന്നാണ് പറഞ്ഞുള്ളത്. ഒന്നൊരു പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ നമ്മൾ അവരോട് താങ്ക് യു പറയാം. ഒരു വണ്ടി നമുക്ക് വേണ്ടി നിർത്തി തന്നാൽ പോലും താങ്ക് യു പറയണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം. നമ്മളെ ഒരാള് വഴി കാണിച്ചു തന്നാൽ എന്തിനും ഒരു താങ്ക് യു പറയാൻ വേണ്ടി നമ്മൾ ശീലിക്കുക.
ഇനി നെക്സ്റ്റ് നമ്മളൊരു ഇമോഷനാണ് ഗിൽറ്റ് ആൻഡ് ഷെയിം. ഗിൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറ്റബോധം തോന്നുകയാണ്. പല കാര്യങ്ങളോട് നമുക്ക് കുറ്റബോധം തോന്നാം. അത് സ്വയം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്, ഒരു നേച്ചറിലല്ല. ഈ കുറ്റബോധം തോന്നാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റബോധത്തിനെതിരെ പ്രസംഗിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും അധികം കുറ്റം ചെയ്യുന്നത്. അത് ഒരു മതത്തിൽ കുറ്റം ഉള്ളതാണെങ്കിൽ മറ്റൊരു മതത്തിൽ അത് കുറ്റമല്ല, പാപമല്ല. അങ്ങനെയാണ് ഇപ്പൊ കരുതുന്നത്. നമ്മളെ ഒരു മതത്തിൽ നിഷിദ്ധമായ വസ്തുക്കൾ മറ്റൊരു മതത്തിൽ, മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ അത് നല്ല പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് കുറ്റബോധം എന്നത് നമ്മൾ മനസ്സിൽ നിന്ന് കഴിയുന്നതും ഒഴിവാക്കി നമ്മളൊരു റിയൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക. ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാർ ഒരാഴ്ച പ്രസംഗിക്കും. പ്രസംഗിച്ച് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ അതേ കുറ്റം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുറ്റബോധത്തിനെതിരെ വായതോരാതെ പ്രസംഗിക്കുന്നവർക്ക് അത് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ അധ്യാപകർക്കായാലും ഇനി പാരൻസിനായാലും ഇപ്പൊ ഈ പറയുന്ന എനിക്കായാലും ഈ ടോക്ക് കേൾക്കുന്ന ആർക്കായാലും ടോക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അത് നമ്മുടെ റിയൽ ലൈഫിൽ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഈ കുറ്റബോധം എന്നത് ഇതൊരു പാപമല്ല, ഇത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു അതിജീവന മാർഗരേഖയാണ് എന്ന് മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും നമുക്ക് ഇമോഷൻസ് കുറെ ഉണ്ട്. സ്നേഹം, സിമ്പതി, എമ്പതി, ക്രുവൽറ്റി, ലവ്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ്. ഇതൊക്കെ ഒരു സിമ്പിൾ ഇമോഷൻസ് ആണ്. ഇതിനെക്കുറിച്ചൊന്നും പറയാൻ സമയം പരിധി അനുവദിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാണ്. ഡിസ്ഗസ്റ്റ് ഉണ്ട്, വെറുപ്പ് നമ്മൾ അതും ഇതേപോലെ തന്നെ ഒരു കാലക്രമേണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വികാരമാണ് നമ്മൾ ഈ വെറുപ്പ്. ഇതും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മാറ്റിയെടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് വെറുപ്പ്. പിന്നെ ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇനിയുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടാ. എന്താ? ഫ്രസ്ട്രേഷൻ അറ്റ് 60. അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് കേൾക്കുക. ഈ 60 എത്തിയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണ്, ഏറ്റവും വലിയ ഒരു ഇമോഷനാണ് ലോൺലിനെസ്. അത് രണ്ടുപേരുണ്ടെങ്കിലും പറയും രണ്ടുപേരും ഒറ്റക്കാണെന്ന്. സ്പൗസ് ഉണ്ടെങ്കിലും പറയും ഒറ്റക്കാണെന്ന്. ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാണെന്ന് പറയും. അപ്പൊ ആ സമയത്ത് ആ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സമയത്ത്, ആ ലോൺലിനെസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ലോൺലിനെസ് ആണെങ്കിലും നമ്മളുടെ ഈ 30-ലെത്തിയ മക്കൾ അവരുടെ കാര്യങ്ങൾ അവർ സ്വയം നേടിയെടുക്കുന്ന ആർജിത സ്വഭാവങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുകയും അതിനനുസരിച്ച് അവർ അവരുടെ പാരൻസ് ചിൽഡ്രൻസിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫിൽ കയറി അധികം കളിക്കാതിരിക്കുകയും അവർക്ക് ഉപദേശം കൊടുക്കുക, തീരെ ഇഷ്ടമില്ലാത്ത ദേശമായ ഉപദേശം കൊടുക്കാൻ പോവാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനെ നമ്മൾ കെയർ ചെയ്യുക, അവർക്ക് അവരുമായിട്ട് കളിക്കുക, മാനസിക ഉന്മേഷം നേടിയെടുക്കുക. പിന്നെ നമ്മൾ അധികം എന്തെങ്കിലും പറയാൻ പോയാൽ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവർ പറയും നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. ആ സമയം നമ്മൾക്ക് തിരിച്ച് മറുപടി പറയാണ്ടാവില്ല. നമ്മൾ അങ്ങനെയായിരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞുള്ള കർമ്മ ഈസ് ബൂമറാങ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ ലൈഫ്, ബാലൻസ് ലൈഫ് മാക്സിമം നമ്മളെ പോലെയുള്ള ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ കോർഡിനേറ്റേഴ്സ് ആൻഡ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. പ്രിയരെ, വന്ദനം. നമ്മുടെ മനസ്സ് ഒരു കടലാസ് തോണി പോലെ വികാരങ്ങളുടെ തിരമാലകളിൽ ഉലയുമ്പോൾ അതിനെ തകരാതെ തുഴഞ്ഞു നയിക്കാൻ പഠിപ്പിച്ച ഒരു പകരം വെക്കാനില്ലാത്ത പ്രഭാതമാണിത്. മനസ്സിനെ കീഴടക്കിയവന് മനസ്സ് ഏറ്റവും നല്ല സുഹൃത്താണ്. എന്നാൽ അതിന് കഴിയാത്തവന് മനസ്സ് ഏറ്റവും വലിയ ശത്രുവുമാണ്. ഭഗവത്ഗീതയിലെ ഈ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി വികാര നിയന്ത്രണത്തിന്റെ ആഴങ്ങളെ കുറിച്ച് സംസാരിച്ചത്. കോപത്തിന്റെ അഗ്നിയെയും സങ്കടത്തിന്റെ കാർമേഘങ്ങളെയും എങ്ങനെ വിവേകത്തിന്റെ വെളിച്ചം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന്
വളരെ ലളിതമായി എന്നാൽ ഹൃദയസ്പർശിയായി മാം നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മെ സ്വയം തിരിച്ചറിയാൻ സഹായിച്ച പ്രിയപ്പെട്ട ക്ലാസ് നയിച്ച റംല മാമിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പ്രോഗ്രാം ഡയറക്ടർ ശ്രീമതി നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സാർ ഉൾപ്പെടെയുള്ളവരുടെ സപ്പോർട്ടിന് സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിലെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് ആണ്. ഒരു നല്ല ശ്രോതാവായിരിക്കുക എന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിന്റെ ആദ്യപടിയാണല്ലോ. ആ നിശബ്ദതയും ശ്രദ്ധയും കൊണ്ട് ഈ അന്തരീക്ഷത്തെ ഇത്രയും മനോഹരമാക്കിയ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയപൂർവ്വമായ നന്ദി. ചിന്തകളെ നിയന്ത്രിക്കുക, അവ വാക്കുകളാകും. വാക്കുകളെ നിയന്ത്രിക്കുക, അവ പ്രവൃത്തികളാകും. ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ കേവലം അറിവായി ഒതുക്കാതെ ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ പുതിയൊരു വിഷയവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. താങ്ക് യു ഓൾ. More power to you. കേട്ടോ. എന്ത് പറ്റി? മീറ്റിംഗ് അവസാനിപ്പിക്കാൻ ആളില്ലേ? ഷബീറ മാം, എന്താണാവോ നമ്മളെ ഏൽപ്പിച്ചു പോയി.